ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്കടുത്ത് ചെമ്മലപ്പടിയിലാണ്. കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. മനോഹരമായിട്ടാണ് ഇവിടെ വീടുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ 3.5 സെൻറ്റ് ഭൂമിയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3BHK ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് ചാട്ടൻ ഇൻ്റർനാഷണൽ സ്കൂളും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും ഉണ്ട്. പിന്നെ നമുക്ക് ആലുവ, തൃപ്പൂണിത്തുറ, എറണാകുളം ഭാഗത്തേക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ്. ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ നാച്ചുറൽ സ്റ്റോൺ വർക്കുകളും വരുന്നുണ്ട്. അതിൻ്റെ കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിലും ഒരുക്കിയിട്ടുണ്ട്. സൗകര്യത്തിന് മുൻതൂക്കം കൊടുത്ത് തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. 2 സൈഡും വണ്ടി പാർക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് വശത്താണ്. പടിഞ്ഞാറ് വശത്തും ഒരു വലിയ വാഹനം പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ പോർച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോർച്ചിലും വലിയ വാഹനം പാർക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. 2 സൈഡിലും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് തെക്ക് വശത്തും വടക്ക് വശത്തും ഒരാൾക്ക് ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്ത് തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. നമ്മളിപ്പോൾ വലിപ്പമുള്ളൊരു കിച്ചണിലാണ് വന്നുള്ളത്. 2 സെക്ഷനായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചൺ വന്നുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡ് ഹോമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. മേലെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഗ്രേ മിക്സ് കളറാണ് വന്നുള്ളത്. പ്രൊഫൈൽ ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പാനൽ ചെയ്തിരിക്കുന്നത് PVC പാനലിംഗ് ആണ് ഫുള്ള് വന്നുള്ളത്. താഴെയായിട്ട് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് വന്നുള്ളത്. മേലെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ടൈല് മാറ്റ് ടൈലാണ്, 4x2 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. പിന്നെ അതിനകത്തൊക്കെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് കബോർഡിനകത്തൊക്കെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കവറിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പോർഷനിലേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്കൊരു വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോർഷനിലേക്ക് വരാം. സെക്കൻഡ് പോർഷൻ സെപ്പറേഷനും ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടൊരു സിങ്കും ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെയും സ്റ്റോറേജ് സ്പേസുകളും അവൈലബിൾ ആണ്. കിഴക്ക് വശത്തേക്കായിട്ട് 2 പാളി വിൻഡോസും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിച്ചൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. ഒരു 8 ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഡൈനിങ് ഏരിയക്ക്. മാത്രമല്ല ഇത് കിഴക്ക് വശമാണ്. 3 പാളി ജനലാണ് വന്നുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരാം, അതായത് കിച്ചൻ്റെ സെപ്പറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോക്കറി ഷെൽഫും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാഷ് ഏരിയയാണ് കിട്ടിയിട്ടുള്ളത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒരു ഗ്രാസിൻ്റെ ഡിസൈനാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ സ്റ്റെയറിനടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നല്ലൊരു ഡബിൾ ഹൈറ്റ് ആണ് ഈ കാണുന്നത്. അതിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടി. സ്പേഷ്യസ് മാത്രമല്ല നല്ല ഭംഗിയിലും കൂടിയാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഡോറ് ആണെങ്കിലും 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും മറ്റുമൊക്കെ ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പാനലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോഫ സെറ്റും മറ്റുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലാണ് വെസ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി എടുത്ത് കാണേണ്ടത് ഇതിൻ്റെ TV യൂണിറ്റ് ഹാങ് ചെയ്യുന്ന സ്പേസ് ആണ്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന സ്പേസിലേക്ക് വരാം. അതായത് ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 12 അടി നീളം, 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കുന്ന രീതിയിലും ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെയായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ബെഡ് പൊസിഷനിലേക്ക് വരാം. അതായത് നമ്മുടെ ഹെഡ് പൊസിഷൻ വരുന്നത് കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്ന രീതിയിലായിട്ട് ബെഡ് സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
നേരെ ബാത്റൂം സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇനി ഇവിടെ ഒരു വലിയൊരു മിറർ മാത്രമേ വരാനുള്ളൂ. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്, പിന്നെ ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, 3-way മിക്സഡ് ടാപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സോസിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇന്റീരിയറിലൊക്കെ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. നേരെ സ്റ്റെയറിൽ നിന്ന് തുടങ്ങാം. ഭംഗിയായിട്ടാണ് ഇവിടെ സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ ഭംഗിയായിട്ടും നല്ല ഫിനിഷിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതും വുഡ് പൊതിഞ്ഞ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രാനൈറ്റ് ആണ് ഫുള്ള് വിരിച്ചിട്ടുള്ളത്. നേരെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. അവിടെ പെർഗോളാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിളും ഭംഗിയുള്ള ഒരു ഇന്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നു. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെർഗോളാസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് കണക്റ്റ് ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കും അപ്പർ ലിവിങ് സ്പേസിലേക്കൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് സൗത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. ഓരോ പാളി വീതം ജനലിൽ വന്നിട്ടുണ്ട്. അതായത് സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും ബെഡ്റൂം. ഇതിൻ്റെ നീളം വരുന്നത് 14 അടിയോളം നീളം വരുന്നുണ്ട്, 10 അടിയോളം വീതി വരുന്നുണ്ട്. മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ടവൽ റാഡ് മറ്റേ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്. പിന്നെ ഫൈബർ ഡോർ തന്നെയാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്കുള്ളൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പോൾ നല്ല കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത്. ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്, അതായത് അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ദിശ വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നത്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. പിന്നെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ അതേ ഡിസൈനിലുള്ള കബോർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ കൊടുക്കാം. ഇവിടെ പവർ സ്വിച്ചസും മറ്റും കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ചൊക്കെ അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. താഴത്തെ അതേ അളവ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേണിൽ മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ബാത്റൂമിൽ സെയിം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ബെഡ്റൂമും ബാത്റൂമും അതുപോലെ തന്നെ നല്ല ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫുള്ളി കവേർഡാണ്, ഷീറ്റിട്ട് ഭംഗിയായിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. ബേസിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഒരു വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് അലക്കി വിരിച്ചിട്ടാനുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല മേലേക്ക് പോയി വിരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളതും അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3.5 സെന്റ് ഭൂമിയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. മനോഹരമായിട്ട് സൗകര്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് വീട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. 2 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചൺ വരുന്നുണ്ട്. ബെഡ്റൂമിലാണെങ്കിലും ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഒരുക്കി തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടി ആയിരിക്കും. അപ്പം വെളിനാട്ടിലുള്ള നമ്മുടെ പ്രവാസികളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് പേപ്പർ വർക്കും അനുബന്ധമായിട്ടുള്ള വീട് കാണുന്നതിനും അവരുടെ പ്രിയപ്പെട്ടവരെ വീട് കാണിക്കുന്നതിനൊക്കെ വീഡിയോയിലൂടെ ഈ വീട് കാണുന്നതിനൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പേപ്പർ വർക്കിനെ കുറിച്ചും ലോണിനെ കുറിച്ചും നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മടിക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.